OCP അഥവാ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസിൻ്റെ കണ്ടിന്യൂസ് ഉപയോഗം ഫ്യൂച്ചർ ഫെർട്ടിലിറ്റിയെ ബാധിക്കുമോ എന്നുള്ളത് ഒത്തിരി പേരുടെ ഡൗട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ OCP സേഫായിട്ടുള്ള ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. പക്ഷേ അത് പ്രൊലോങ്ഡ് യൂസ്, ലോങ് ടേം ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ഇല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതൊരു ഹോർമോൺ ടാബ്ലറ്റ്സ് ആണ്. ഓക്കെ, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻസ് ആണ് OCPയിൽ ഉള്ളത്. അപ്പോൾ അത് എക്സസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് മോർ ദാൻ 1 ഇയർ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും നിങ്ങൾക്ക് ലോങ് ടേമിൽ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുക. അതായത് നമുക്ക് ഇൻട്രായൂട്ടൈൻ ഡിവൈസസ് ഉണ്ട്, അതായത് നമുക്ക് OPT പോലുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ല സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. പിന്നെ OCP കൊണ്ട് ഇൻഫെർട്ടിലിറ്റി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അതിന് സൈഡ് ഇഫക്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ ചിലരിൽ വെയിറ്റ് ഗെയിൻ കാണും, വാട്ടർ റിട്ടൻഷൻ കാരണം, അല്ലെങ്കിൽ ബോഡിയിൽ ഒത്തിരി വെയിറ്റ് ഗെയിൻ, അതല്ലാന്നുണ്ടെങ്കിൽ ബ്രസ്റ്റിൽ ചില ഡിസ്കംഫർട്ട്, അല്ലെങ്കിൽ ഹെഡ് ഏക്ക്, ഡിസിനസ്, അങ്ങനെയുള്ള ചില സിംറ്റംസ് ഉണ്ട്. അതൊക്കെ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ ഷോർട്ട് ടേം ആയിട്ട് വരുന്ന എഫക്റ്റാണ്. ആ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ എഫക്റ്റ് എല്ലാം മാറിപ്പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇത്തരത്തിലുള്ള കോൺട്രസെപ്റ്റീവ് ഡിവൈസസ് അല്ലെങ്കിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്, പിൽസ്, IPL പോലുള്ള സംഭവങ്ങളെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഡോക്ടർ കൺസൾട്ടേഷനോട് കൂടി മാത്രം ഉപയോഗിക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ചെറുതാണെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.